സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. ഫ്ലോ ത്രൂ പൈപ്പ്സ്. അതായത് പൈപ്പിൻ്റെ അകത്തൂടെയൊക്കെ എങ്ങനെയാണ് വാട്ടർ ഫ്ലോ ചെയ്യുന്നത്, അതിൻ്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കൺസിഡർ ചെയ്യും, അതിൻ്റെ അകത്ത് എന്തൊക്കെ ലോസസുകൾ വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. ഈ ഒരു പോർഷൻ്റെ അകത്ത് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മൾ 2 ടൈപ്പ് ഫ്ലോ ആണ് മെയിനായിട്ട് പഠിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാമിനാർ ഫ്ലോ. ലാമിനാർ ഫ്ലോ എന്തായിരുന്നു ലാമിനാർ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലോ ചെയ്യുന്ന പാർട്ടിക്കിൾസ്, വാട്ടറിനകത്തുള്ള പാർട്ടിക്കിൾസ് ഒരു പർട്ടിക്കുലർ ഒരു പാത്തിൽ കൂടെ, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ ഒരു സെയിം പാത്തിൽ കൂടെ പോവുകയാണെങ്കിൽ, അതെന്ന് പറഞ്ഞാൽ അവിടെ എനർജി ലോസ് ഒന്നുമില്ല, ശരിക്കും ഒരു പ്ലെയിനായിട്ട്, അതായത് ഇങ്ങനെ അങ്ങ് പോകാമെന്ന് വെച്ചു, ഇങ്ങനെ നമുക്ക് ഒരു ഇതുപോലെ അങ്ങ് പോവുകയാണെങ്കിൽ ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പം അതിന് നമ്മൾ എന്താണ് കണ്ടുപിടിച്ചത്? റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് ലെസ് ദാൻ 2000 വരുവാണെങ്കിൽ നമ്മൾ അതിനെ എന്തായിരിക്കും? ലാമിനാർ ഫ്ലോ ആണെന്നാണ് കൺസിഡർ ചെയ്യുന്നത്. രണ്ടാമത്തെ ടൈപ്പാണ് ടർബുലൻറ്റ് ഫ്ലോ. ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമുക്ക് അവിടെ എന്താ കുറേ എനർജി ലോസസ് കാണും. വാട്ടർ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസ് പറഞ്ഞാൽ ഡിഫറെൻറ്റ് മൂവ്മെൻറ്റ്, സിക്സാഗിലൊക്കെ ആയിരിക്കും മൂവ് ചെയ്യുന്നത്. അതിനൊക്കെ വരുന്നതിനായിരിക്കും നമ്മൾ ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. അടുത്ത റെയ്നോൾഡ്സ് നമ്പർ എന്ന് പറയുന്നത് എന്തുമായിരുന്നു? ഗ്രേറ്റർ ദാൻ 4000 വരുവാണെങ്കിൽ അതിനെയാണ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പൈപ്പിൻ്റെ അത് വേണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ലാമിനാർ ഫ്ലോ ആയിട്ട് പോകാം, അല്ലെങ്കിൽ എന്തായിരിക്കും ടർബുലൻറ്റ് ഫ്ലോ ആയിട്ടും വരാം. പക്ഷേ നമ്മൾ ഒരു പൈപ്പ് ഫ്ലോയുടെ അതിൻ്റെ അനാലിസിസ് ചെയ്യുമ്പോൾ എല്ലാം കൺസിഡർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോ എന്ന് പറയുന്നത് ടർബുലൻ്റ് ആയിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ടർബുലൻറ്റ് ഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ അകത്തുള്ളത് ഇതെല്ലാം കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഈ ഒരു ടർബുലൻറ്റ് ഫ്ലോ ഒക്കെ പറയുമ്പം എന്തുമായിരിക്കും? ടർബുലൻറ്റ് ഫ്ലോയ്ക്ക് എന്ന് പറഞ്ഞാൽ ഹൈ വെലോസിറ്റി ആയിരിക്കും ഒക്കെയാണ്, ഹൈ വെലോസിറ്റി വരണം. പിന്നെ അതുപോലെ തന്നെ ലോ വിസ്കോസിറ്റിയും ആൻഡ് ലോ വിസ്കോസിറ്റി വരുന്ന കേസിലാണ് നമുക്ക് എന്തായിരിക്കും? ടർബുലൻറ്റ് ഫ്ലോ നമുക്ക് വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ടർബുലൻറ്റ് ഫ്ലോ ഒക്കെ എന്തായിരിക്കണം വരേണ്ടത്? ഒന്നുകിൽ ഹൈ വെലോസിറ്റി വേണം, അല്ലെങ്കിൽ ലോ വിസ്കോസിറ്റി വരുന്ന കണ്ടീഷൻസിലായിരിക്കും നമ്മളെന്തായിരിക്കും ടർബുലൻറ്റ് ഫ്ലോ ഒക്കെ ചെയ്യുന്നത്. ഇനി അടുത്ത അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളൊരു പോർഷനാണ് ലോസസ് ഇൻ പൈപ്പ്സ്, അല്ലെങ്കിൽ ലോസസ് ഓഫ് എനർജി ഇൻ പൈപ്പ്സ്. അതായത് നമ്മളൊരു പൈപ്പ് ഫ്ലോ കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ അകത്ത് എങ്ങനെയൊക്കെയായിരിക്കും നമുക്ക് എനർജി ലോസ് വരുന്നത്? കാരണം നമ്മളിപ്പോൾ എത്ര ഇതാണ് കൊടുത്തിരിക്കുന്നത് അത്രയും തന്നെ നമുക്ക് എന്താണ് എനർജി ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടത്തില്ല. എനർജിക്ക് ഒരു ചെറിയൊരു എന്തായിരിക്കും വാല്യൂ കുറയാൻ സാധ്യതയുണ്ട്. ഏതൊക്കെയായിരിക്കും മെയിനായിട്ടുള്ളത്? അതിനെ നമ്മൾ മെയിനായിട്ട് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എനർജി ലോസസ്, അതിന് 2 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് വണ് മേജർ ലോസസ്, രണ്ടാമത്താണ് മൈനർ ലോസസ്. മേജർ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് ലോസ് വരുന്നത് അത് ആ ഒറ്റ ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കും വരുന്നത്. അതെന്ന് പറഞ്ഞ് ഫ്രിക്ഷൻ കാരണമായിരിക്കും വരുന്നത്. അതിനെ നമുക്ക് എന്താണ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി 2 ഇക്വേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇക്വേഷൻ്റെ പേരാണ് ഡാർസി വെയ്സ്ബാക്ക് ഫോർമുലയും രണ്ടാമത്താണ് ചെസ്സിസ് ഫോർമുലയും. എന്തൊക്കെയായിരുന്നു? എനർജി ലോസസ് 2 ടൈപ്പ് ഉണ്ട്. മേജർ ലോസും ഉണ്ട്, മൈനർ ലോസും ഉണ്ട്. മേജർ ലോസ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും വരുന്നത്? ഫ്രിക്ഷൻ ആയിരിക്കും വരുന്നത്. ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് 2 ഇക്വേഷൻസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഒന്ന് ഡാർസിസ് വെയ്സ്ബാക്ക് ഫോർമുലയും, രണ്ടാമത് ചെസ്സിസ് ഇക്വേഷൻ വഴിയായിരിക്കും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇനി മൈനർ ലോസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെണ്ണം ഉണ്ട്, 5 എണ്ണം ഉണ്ട്. ഫസ്റ്റ് വൺ ആണ് അതിൻ്റെ അകത്ത് എന്താണ്? സഡൻ എക്സ്പാൻഷൻ ഇൻ പൈപ്പ്. അതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മളിപ്പോൾ പൈപ്പ് ഫ്ലോ ഇങ്ങനെ വരുന്നത് പെട്ടെന്ന് നമുക്ക് എന്താണ് വേറെ ഒരു ഹൈ ലെവലിലോട്ട് ഡയമീറ്റർ കൂടിയ ഒരു പൈപ്പിലോട്ട് അത് എൻ്റർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ലോസ് വരും. പിന്നെ രണ്ടാമത്താണ് സഡൻ കോൺട്രാക്ഷൻ ഓഫ് പൈപ്പ്.
എന്ന് വെച്ചാൽ എങ്ങനെ ആയിരിക്കും, ഇത് നേരെ ഓപ്പോസിറ്റ്, അത് വലിയൊരു പൈപ്പിൽ കൂടെ പോകുന്നു, അത് അതിനേക്കാളും ചെറിയൊരു പൈപ്പിലൂടെ കൂടെ പോകുമ്പോഴത്തേക്കും. ഇനി അടുത്ത മൂന്നാമത്തെ ആണ് ബെൻഡ് ഇൻ പൈപ്പ്. ബെൻഡ് ഇൻ പൈപ്പ് അടുത്താണ്. ബെൻഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വളഞ്ഞ് പൈപ്പ് വെള്ളം പോകുന്നത്. അടുത്ത നാലാമത്തെ ആണ് പൈപ്പ് ഫിറ്റിങ്സ്. പൈപ്പ് ഫിറ്റിങ്സ് പൈപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു കണക്ഷൻസ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ. അഞ്ചാമത്താണ് ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്. എന്താണ്, പൈപ്പിൻ്റെ അകത്ത് എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസ് വരുവാണെങ്കിൽ. ഇത്രയാണ് നമ്മുടെ മെയിനായിട്ടുള്ള മൈനർ ലോസസ്. എന്തൊക്കെയായിരുന്നു മൈനർ ലോസസിനകത്ത് വരുന്നത്? ഫസ്റ്റ് വണ്ണാണ് സഡൻ എക്സ്പാൻഷൻ ഇൻ പൈപ്പ്, രണ്ടാമത് സഡൻ കോൺട്രാക്ഷൻ ഇൻ പൈപ്പ്, അടുത്ത ബെൻഡ് ഇൻ പൈപ്പ്, പൈപ്പ് ഫിറ്റിങ്സ്, ലാസ്റ്റ് വൺ ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്. ഒന്നുകൂടെ പറയാം, നമ്മൾ പൈപ്പിൻ്റെ അകത്ത് എന്തായിരുന്നു കൺസിഡർ ചെയ്തേക്കുന്നത്? പൈപ്പ് ഫ്ലോ മെയിനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ലാമിനാർ ആവാം അല്ലെങ്കിൽ ടർബുലൻ്റ് ആവാം. ലാമിനാർ ഫ്ലോ എന്ന് പറയുന്നത് അതിൻ്റെ അകത്തുള്ള വാട്ടർ പാർട്ടിക്കിൾസ് എന്തായാലും ഒരു ഫിക്സഡ് ഒരു പ്രീ ഡിറ്റർമിൻ പാത്തിൽ കൂടെ ആയിരിക്കും പോകുന്നത്. അവിടുത്തെ റൈനോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ ലെസ് ദാൻ ഇതായിരിക്കും വരുന്നത്, 2000 ആയിരിക്കും വരുന്നത്. ഇനി ടർബുലന്റ് ഫ്ലോ ആണെങ്കിലോ അത് സിഗ്സാഗ് മാനേഴ്സിലായിരിക്കും അത് പോകുന്നത്. അവിടുത്തെ റൈനോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ ഗ്രേറ്റർ ദാൻ 4000 ആയിരിക്കും വരുന്നത്. ഇനി ടർബുലന്റ് ഫ്ലോ ഓക്കർ ചെയ്യാനുള്ള കണ്ടീഷൻസ് എന്തായിരിക്കണം? ഹൈ വെലോസിറ്റി ആയിരിക്കണം, ലോ വിസ്കോസിറ്റി ആയിരിക്കണം. ഇനി അടുത്തതാണ് ലോസസ് ഇൻ പൈപ്പ്സ്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേജർ ലോസും ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മൈനർ ലോസസും ഉണ്ട്. മേജർ ലോസസ് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഫസ്റ്റ് വൺ ആണ് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും അതിന് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ലാസിസ് ബീസ്ബാക്ക് ഇക്വേഷൻ, ചെസിസ് ഇക്വേഷൻ. രണ്ടാമത്തെ ആണ് മൈനർ ലോസസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് വൺ സഡൻ എക്സ്പാൻഷൻ ഇൻ പൈപ്പ്, സഡൻ കോൺട്രാക്ഷൻ ഇൻ പൈപ്പ്, ബെൻഡ് ഇൻ പൈപ്പ്, പൈപ്പ് ഫിറ്റിങ്സ്, പിന്നെ ലാസ്റ്റത്തെ ഒബ്സ്ട്രക്ഷൻ ഇൻ പൈപ്പ്. ഇതിൻ്റെ നമുക്ക് മെയിനായിട്ട് ഡെറിവേഷനായിട്ട് പഠിക്കാനുള്ളത് ഫ്രിക്ഷൻ്റെ മാത്രമാണ്. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ പഠിച്ചാൽ മതി. അപ്പം മെയിനായിട്ട് സബ് ഹെഡിങ് എഴുതിക്കോളാം. ലോസ് ഓഫ് എനർജി അല്ലെങ്കിൽ ഓർ ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. നമ്മൾ ഒരു പൈപ്പിൻ്റെ അകത്ത് എന്താണ് ലോസസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് എന്താണ് ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് പഠിക്കണം. ഫ്രിക്ഷണൽ ലോസ് എന്താണ് പഠിക്കുന്നതിന് നമുക്ക് എന്താണ് ഫ്രിക്ഷണൽ ലോസ് എന്ന് നമുക്ക് നോക്കാം. നമുക്കിപ്പം ഇങ്ങനെയാണ് ഒരു പൈപ്പ് ഫ്ലോ പോകുന്നതെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഒരു പൈപ്പ് ഉണ്ട്, ഇതാണ് എൻ്റെ ഒരു പൈപ്പ്. ഉണ്ട്, നമുക്കെന്താണ് ഇതാണ് എൻ്റെ സെൻട്രൽ ലൈൻ. നമ്മളിതാണ് സെൻട്രൽ ലൈനുള്ളൊരു പൈപ്പ്. നമുക്ക് എപ്പോഴും അറിയാം പൈപ്പിൻ്റെ അകത്ത് ഫ്ലോ ചെയ്യുന്നതിൻ്റെ അകത്തോടെ ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ലിക്വിഡ് ഫ്ലോ ചെയ്യുമ്പം ഈ പൈപ്പിൻ്റെ ബൗണ്ടറിയുടെ അഡ്ജസൻ്റ് ആയിട്ടുള്ള തൊട്ടടുത്ത് വരുന്ന ലെയറിലെ വെലോസിറ്റി എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്തൊരു ഡയഗ്രമായിട്ട് വരയ്ക്കുവാണെങ്കിൽ ഈ 2 പോയിന്റിലും വെലോസിറ്റി 0 ആയിരിക്കും. പിന്നെന്തായിരിക്കും, ഈ വാളിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറി വരുമ്പം വെലോസിറ്റിയുടെ വാല്യൂ കൂടി വരും. അതായത് കറക്റ്റ് പൈപ്പിൻ്റെ സെൻറ്ററിൽ വരുമ്പം ഇവിടെ ആയിരിക്കും വെലോസിറ്റി മാക്സിമം വരുന്നത്. ഇവിടെ വരുന്നതായിരിക്കും വെലോസിറ്റി മാക്സിമം വരുന്നത്. ഇനി എന്താ നമ്മളിപ്പം ഇതാണ് വെലോസിറ്റി ഗ്രേഡിയൻറ്റ് നമുക്ക് വായിക്കുന്നത്. ഇനി നമുക്കൊരു വെലോസിറ്റി വരുന്നതാണ് ഇവിടെ എന്തായാലും ഒരു ഷിയർ സ്ട്രെസ് വേരിയേഷൻസും കാണും. നമുക്ക് റൈനോൾഡ്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റൈനോൾഡ്സ് നമ്പർ R ഈസ് ഈക്വൽ ടു എന്താണ്? റോ വി ഡി ബൈ മ്യൂ. എന്താണ് റൈനോൾഡ്സ് നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വി ആണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/μ ആണ്. അതായത് എന്താണ് വെലോസിറ്റിക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്, എന്തായിരിക്കും വിസ്കോസിറ്റിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ടർബുലന്റ് ഫ്ലോ ഉണ്ടാവുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇത് പറയുന്നത് പറഞ്ഞാൽ ലാമിനാർ ഫ്ലോയുടെ കേസ് വെച്ചായിരിക്കും നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായിരിക്കും ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ ഇനി എന്തായാലും ഇവിടെ ഒരു സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫ്ലൂയിഡിൻ്റെ വിസ്കോസിറ്റി കാരണമായിരിക്കും. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ അകത്ത് സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പം വിസ്കോസിറ്റി കുറയും. വിസ്കോസിറ്റിയുടെ കാരണം ഇതിൻ്റെ അകത്ത് എനർജി ലോസ് വരുന്നതിനെയാണ് നമ്മൾ ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം. നമുക്കിപ്പോൾ എന്താണ് ഒരു ലിക്വിഡ്
അഡ്ജസൻറ്റ് ടു ദ പൈപ്പ് വാൾ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഈ അഡ്ജസൻ്റ് ആയിട്ട് വരുന്നതിൻ്റെ 0 ആയിരിക്കും. പിന്നെ എന്താണ്, വാളിൽ നിന്നുള്ള ഡിസ്റ്റൻസ് മാറുന്നതിനനുസരിച്ച് അതെന്തായാലും കൂടിക്കൂടിയായിരിക്കും വരുന്നത്. അതിന് നമ്മൾ വെലോസിറ്റി ഗ്രേഡിയൻ്റ് ആണെന്ന് പറയും. ഇതുപോലെ നമുക്ക് എന്തായിരിക്കും ഇതിൻ്റെ അകത്തൊരു ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമുണ്ട്. ഈ ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽക്കൊണ്ടാകുന്ന അതിൻ്റെ അകത്ത് വിസ്കോസിറ്റി, ആ വോൾ ലിക്വിഡിൻ്റെ വിസ്കോസിറ്റി കാരണമായിട്ടായിരിക്കും അതിൻ്റെ അകത്ത് എന്താണ് ഷിയർ സ്ട്രെസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ വിസ്കോസ് ആക്ഷൻ കാരണം ഇതിൻ്റെ അകത്തുള്ള എനർജി ലോസിനെ വരുന്നതിനെയാണ് നമ്മളെന്താണ് ഫ്രിക്ഷൻ എന്ന് വിളിക്കുന്നത്. ഫ്രിക്ഷണൽ ലോസ് എന്ന് പറയുന്നത്. ഒന്ന് എഴുതിക്കൊള്ളുക. ഓക്കെ, when a liquid is flowing through a pipe, comma, the velocity of the liquid layer adjacent to the pipe wall is 0. The velocity of the liquid goes on increasing from the wall and thus velocity gradient and hence shear stress is produced. Stresses are produced in the whole liquid due to viscosity. This viscous action causes loss of energy which is known as frictional loss. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് വില്യം റോഡ് എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് എക്സ്പെരിമെൻ്റ് നടത്തിയിട്ട് എന്തുവാണ് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ടർബുലൻറ്റ് ഫ്ലോയ്ക്ക് കുറേ കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട്. അതെങ്ങനെയൊക്കെ ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് ദ ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഓഫ് ടർബുലൻറ്റ് ഫ്ലോ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു വി റേസ് ടു എൻ എന്നതിൻ്റെ വാല്യൂ n വേരീസ് ഫ്രം 1.5 to 2. രണ്ടാമത്താണ് ഇൻ പ്രൊപ്പോർഷണൽ ടു ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. മൂന്നാമത്താണ് ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്റ്റ്. മൂന്നാമത്താണ് പ്രൊപ്പോർഷണൽ ടു ഏരിയ ഓഫ് സർഫസ് ഇൻ കോണ്ടാക്റ്റ്. നാലാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്രഷർ. അഞ്ചാമതാണ്
depend on nature of the surface in contact. Dependent on the nature of the surface in contact. ഇത്രയൊക്കെയാണ് ഫാക്ടേഴ്സ്. എന്തൊക്കെയാണ്? ഫ്രിക്ഷണൽ ടർബുലൻറ്റ് ഫ്ലോയ്ക്കകത്ത് ഫ്രിക്ഷണൽ ലോസ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപ്പോർഷണൽ ടു വി റേസ് ടു എൻ. അതായത് വെലോസിറ്റി എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ വാല്യൂസ് 1.5 to 2 ആയിരിക്കും വരുന്നത്. പിന്നെ അടുത്ത ഡെൻസിറ്റി ആണ്. പിന്നെ അടുത്ത എന്താണ്? ഏരിയ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. പിന്നെ അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കുന്നത് എന്തായിരുന്നു? പ്രഷറുമായിട്ട്. പിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നേച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. ഇത്രയും കാര്യങ്ങളായിട്ടായിരിക്കും വരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാം. അടുത്ത എക്സ്പ്രഷൻ for loss of head due to friction in pipe. പൈപ്പ്. ഫസ്റ്റ് നമുക്ക് ഒരു ഹൊറിസോണ്ടൽ പൈപ്പ് കൺസിഡർ ചെയ്യാം. അതിൻ്റെ നാഷണൽ പൈപ്പാണ്. അതിൻ്റെ അകത്തുനിന്ന് നമ്മൾ എന്താണ് 2 പോയിന്റ് കൺസിഡർ ചെയ്തു. ഇതിനെ 1 എന്നും ഇതിനെ 2 എന്നും നമ്മൾ 2 പോയിന്റ് കൺസിഡർ ചെയ്തു. ഇതിൻ്റെ അകത്തുനിന്ന് ഈ പോയിന്റിലുള്ള പ്രഷറിനെ P1 എന്നും ഈ പോയിന്റിലുള്ള പ്രഷറിനെ P2 എന്നും പറഞ്ഞ് കൺസിഡർ ചെയ്തു. ഇതിൻ്റെ ഈ 2 സെക്ഷന് ഇടയ്ക്കുള്ള ലെങ്തിനെ L എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ എഴുതിക്കോ. കൺസിഡർ എ യൂണിഫോം ഹൊറിസോണ്ടൽ പൈപ്പ് having steady flow let 1 and 2 are 2 sections of pipe let P1 pressure intensity at section 1 V1 velocity of flow at section 1 L length of pipe between section 1 and 2 D diameter of pipe F dash frictional resistance per unit wetted area per unit velocity. HF loss of head due to friction and P2 V2 are corresponding values at section 2. Full stop. Next, applying Bernoulli's equation between sections 1 and 2.
അപ്പോൾ എങ്ങനെയായിരിക്കും കിട്ടുന്നത്? ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 1 എന്ന് പറയുന്നത് എന്തൊക്കെയായിരിക്കും വരുന്നത്? ഈക്വൽ ടു ടോട്ടൽ ഹെഡ് അറ്റ് സെക്ഷൻ 2 പ്ലസ് എന്തായിരിക്കും അതിൻ്റെ അകത്തൊരു ഫ്രിക്ഷണൽ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ. ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ ബിറ്റ്വീൻ സെക്ഷൻ 1 and 2. ഓക്കെ, എന്തായിരിക്കും നമുക്ക് അവിടെ എന്തെങ്കിലും ഫ്രിക്ഷണൽ ലോസോടെ കൺസിഡർ ചെയ്തുകൊണ്ട്. അപ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? P1 by rho g plus V1 square by 2g plus Z1 equal to P2 by rho g plus V2 square by 2g plus Z2 plus HF. ഹെഡ് ലോസിനെ HF ആയിട്ട് ഡിനോട്ട് ചെയ്തു. നമ്മുടെ ഇപ്പോൾ പൈപ്പ് ഹൊറിസോണ്ടൽ ആയിരുന്നു. സിൻസ് പൈപ്പ് ഈസ് ഹൊറിസോണ്ടൽ Z1 equal to Z2 ആണ് എഴുതാം. പിന്നെ ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സെയിം ആണല്ലോ. അതായത് ഡയ ഓഫ് പൈപ്പ് സെയിം ആയത് കാരണം ആണെങ്കിൽ V1 equal to V2 എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. അപ്പോൾ എങ്ങനെയായിരിക്കും ഇക്വേഷൻ വരുന്നത്? P1 by rho g equal to P2 by rho g plus HF എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ നമുക്ക് അതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എങ്ങനെ? HF is equal to P1 minus rho g minus P2 by rho g ഇങ്ങനെ എഴുതാം. HF എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷന്. അതെന്താണ്? നമുക്കറിയാം HF എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആണെന്ന്. പക്ഷേ ഇന്റൻസിറ്റി ഓഫ് പ്രഷർ എന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ ഏത് ഡയറക്ഷനിലോട്ടാണ് ഫ്ലോ കൂടുന്നത് അവിടുത്തെ എന്താണ് ഇന്റൻസിറ്റി ഓഫ് പ്രഷറും നമുക്ക് എന്തായിരിക്കും? ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് ആണ്, പ്രഷറും കുറയും. അപ്പോൾ എഴുതിക്കോ. ബട്ട് HF is the head loss due to friction and hence intensity of pressure will be reduced in the direction of flow by frictional resistance. ഇനി അടുത്ത ഫ്രിക്ഷണൽ റെസിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് ഈക്വൽ ടു ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി into vectored area into velocity square. ഈ എന്തുവാണ് ഇതിനകത്ത് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ എന്ന് പറഞ്ഞാൽ അവിടുത്തെ നമുക്ക് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് വന്നിരിക്കുന്നു. അതായത് ഏതൊക്കെ ഇപ്പം നമ്മളെ ഒരു പൈപ്പിൻ്റെ ക്രോസ് സെക്ഷനാണ് ഇതെന്ന് വെച്ചോ. ഇതിൻ്റെ അകത്തൂടെ നമുക്ക് വെള്ളം പോയിക്കൊണ്ടിരിക്കുമ്പം നമുക്ക് ഏതൊക്കെ പോർഷൻ ആയിരിക്കും നമ്മളെ നനയുന്നത്? അതായത് ഈ ചുറ്റുവട്ടം ഏതാണല്ലോ, ഈ ചുറ്റുവട്ടത്താണ് നമ്മൾ നനയുന്നത്. എവിടൊക്കെയാണോ നമുക്ക് ഈ വാട്ടർ പോകുമ്പം നനയുന്നത് അതിനെയാണ് നമ്മൾ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഇവിടെ ഇത്ര എടുത്തുകൊണ്ടുവന്ന ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ് പെർ യൂണിറ്റ് വെറ്റഡ് ഏരിയ പെർ യൂണിറ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാണ് നമ്മൾ F' എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. ഇനി ഇവിടുത്തെ വെറ്റഡ് ഏരിയ എന്ന് പറയുന്നത്, വെറ്റഡ് ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നമുക്ക് ഈ പൈപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ പെരിമീറ്ററിലായിരിക്കും ഇത് ചെയ്യുന്നത് ഇൻറ്റു പൈ ഡി. പിന്നെ എന്തായിരിക്കും വരുന്നത്? നമുക്കൊരു ലെങ്ത് L ലെങ്ത്തിലാണല്ലോ കൺസിഡർ ചെയ്തത്, പൈ ഡി ഇൻറ്റു L. പിന്നെ എന്താണ് ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് സെയിം ആയതുകൊണ്ട് അപ്പം V സ്ക്വയർ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പം ഇനി എന്താണ് നമുക്ക് എന്താണ് പൈ ഡി എന്ന് പറയുന്നത് എന്തായിരുന്നു? പെരിമീറ്റർ. അപ്പോൾ എന്താണ് F' ഇൻറ്റു P ഇൻറ്റു L ഇൻറ്റു V സ്ക്വയർ നമുക്ക് എഴുതാം.
ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. അതിന് മുമ്പായിട്ട് ഈ ഇക്വേഷനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ് വിളിക്കാം. ഫ്രിക്ഷൻ റെസിസ്റ്റൻസ് F1 ഈസ് ഈക്വൽ ടു F ഡാഷ് പ്ലസ് PL V² എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇനി അടുത്ത നമുക്ക് ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്തേക്കുന്ന രണ്ട് സെക്ഷനിലും ആക്ട് ചെയ്തേക്കുന്ന ഫോഴ്സുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, ദ ഫോഴ്സസ് ആക്ടിങ് സെക്ഷൻ 1 and 2 അതൊക്കെയായിരിക്കും. ഫസ്റ്റ് 1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പ്രഷർ ഫോഴ്സ് കാണും. ഫോഴ്സ് അറ്റ് സെക്ഷൻ 1 കാണും. അതിനെ നമുക്ക് എന്തായിരിക്കും? P1 ഇൻറ്റു എ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യാം. എ എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് ദ പൈപ്പ് ആയിരിക്കും. രണ്ടാമത്തെ പ്രഷർ ഫോഴ്സ് അറ്റ് സെക്ഷൻ 2. ഫോഴ്സ് അറ്റ് സെക്ഷൻ 2 എന്ന് പറയുമ്പോൾ എന്താണ്? P2 ഇൻറ്റു എ ആയിരിക്കും. പിന്നെ അടുത്ത എന്തായിരിക്കും? ഇന്റേണൽ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഇത്രയും ഫോഴ്സസ് ഒക്കെ ആയിരിക്കും. നമുക്ക് അതിന് എന്തായിരിക്കും? ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള ഫോഴ്സസുകളൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ ഫിഗറിനകത്ത് നോക്കിയിട്ട് നമുക്ക് എന്തായിരിക്കും? നമുക്കൊന്നുകൂടെ ഫിഗർ വേണമെങ്കിൽ നോക്കാം. എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ അകത്ത് വന്നേക്കുന്നത്? ഇങ്ങോട്ട് P1 എന്ന് പറയുന്ന ഫോഴ്സ് ഉണ്ട്, പ്രഷർ ഫോഴ്സ് ഉണ്ട്. ഇങ്ങോട്ടും പ്രഷർ ഫോഴ്സ് ഉണ്ട്, ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. പിന്നെ എന്താണ്? ഇതിൻ്റെ അകത്ത് ഫ്രിക്ഷണൽ ഫോഴ്സും ആക്ട് ചെയ്യുന്നുണ്ട്. നമുക്ക് അതിന് ഏതൊക്കെയാണ് നമുക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലോട്ട് എഴുതാം. ഇതിനകത്ത് ആക്ട് ചെയ്തേക്കുന്ന ഫോഴ്സ് എന്താണ്? P1A മൈനസ് P2A മൈനസ് F1 ഈക്വൽ ടു 0 നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് അതിന് എന്തായിരിക്കും? F1 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു നമുക്കറിയാം? P1 മൈനസ് P2 ഇൻറ്റു എ മൈനസ് F1 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈക്വൽ ടു F1 നമുക്ക് എഴുതാം. അപ്പോൾ F1നെ നമുക്ക് വേറൊരു ഇക്വേഷൻ കൊണ്ട് നമുക്ക് ഇവിടെ അറിയാം. എന്തായിരിക്കും? F ഡാഷ് ഇൻറ്റു P ഇൻറ്റു L ഇൻറ്റു V². അപ്പോൾ എന്താണ്? P1 മൈനസ് P2 എന്ന് പറയുന്നതിന് എങ്ങനെ എഴുതാം നമുക്ക്? F ഡാഷ് P ഇൻറ്റു L ഇൻറ്റു V² ഡിവൈഡഡ് ബൈ എ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. ഓക്കെ, നമുക്കറിയാം P1 മൈനസ് P2 എന്ന് പറയുന്നതിന് നമ്മൾ എന്തായിരിക്കും? റോ ജി എച്ച് എഫ് എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 1ൽ നിന്ന് നമ്മൾ എന്താണ് കൊടുത്തേക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ ആയിരിക്കും എഴുതാൻ പറ്റുന്നത്? റോ ജി എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പി ഇൻറ്റു എൽ ഇൻറ്റു V² ഡിവൈഡഡ് ബൈ എ. ഇതിൻ്റെ അത് നമുക്ക് എച്ച് എഫ് എന്ന് പറയുമ്പോൾ എങ്ങനെ എഴുതാം? എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഇൻറ്റു പി ഇൻറ്റു എൽ ഇൻറ്റു V² ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു എ. ഇതിൻ്റെ അത് നമുക്ക് P ബൈ എ എന്ന് പറയുന്നതിന് നമുക്ക് എടുക്കാം. P ബൈ എ എന്ന് പറയുവാണെങ്കിൽ നമുക്ക് പറഞ്ഞു P എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? വെറ്റഡ് പെരിമീറ്റർ ഡിവൈഡഡ് ബൈ ഏരിയ എന്നാണ്. എന്തായാലും നമ്മുടെ സർക്കുലർ പൈപ്പ് ആണെങ്കിൽ വെറ്റഡ് പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു ഡി ആയിരിക്കും വരും. ഏരിയ എന്ന് പറയുന്നത് പൈ ബൈ 4 D² ആണെന്ന് പറയാം. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 4 ബൈ ഡി എന്നായിരിക്കുമല്ലോ വരുന്നത്. ക്യാൻസൽ ചെയ്ത് കഴിയുമ്പം 4 ബൈ ഡി എന്ന് പറഞ്ഞ് നമുക്കറിയാം. അപ്പം നമുക്ക് എന്താണ്? എച്ച് എഫ് എന്ന് പറഞ്ഞാൽ എന്താ എഴുതാം? എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു 4 ബൈ ഡി ഇൻറ്റു എൽ V² നമുക്ക് എഴുതാം. അപ്പം നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പോൾ എങ്ങനെ ആയിരിക്കും? എഫ് ഡാഷ് ഡിവൈഡഡ് ബൈ റോ ജി ഇൻറ്റു 4L V² ഡിവൈഡഡ് ബൈ ഡി എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇനി നമ്മളൊരു പുതിയൊരു ഫാക്ടർ എഫ് ഡാഷ് ബൈ റോ എന്ന് പറയുന്നതിനെ നമുക്ക് 2 എന്ന് പറയാം. ഇതിൻ്റെ അത് എഫ് എന്ന് പറയുന്നതിനെയാണ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ഫ്രിക്ഷൻ എന്നാണ് എന്നെ വിളിക്കുന്നത്. അപ്പം നമ്മുടെ എച്ച് എഫ് എന്ന് പറയുന്ന ഇക്വേഷൻ എങ്ങനെ? എച്ച് എഫ് ഈസ് ഈക്വൽ ടു എഫ് ബൈ 4FL V² ബൈ 2G D എന്ന് പറഞ്ഞ് നമുക്ക് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഈ 2ഉം
4ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യരുത്. ഈ ഇക്വേഷനെ വിളിച്ച പേരാണ് HF is equal to 4FL_V² എന്ന് പറയുന്ന ഈ ഇക്വേഷൻ്റെ പേരാണ് ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷൻ. ഡാർസി-വെയ്സ്ബാക്ക് ഇക്വേഷൻ. ഇതാണ് നമ്മൾ ലോസ് ഓഫ് ഹെഡ് ഡ്യൂ ടു ഫ്രിക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ ഇക്വേഷനെ ചില സമയത്ത് ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്തിട്ട് എഴുതും. HF is equal to FL_V²/2GD എന്ന് പറഞ്ഞ് എഴുതും. ഇതിൻ്റെ അകത്ത് ഈ എഫിനെ വിളിക്കുന്ന പേരാണ് ഫ്രിക്ഷൻ ഫാക്ടർ. ഈ എഫ് എന്ന് പറയുമ്പോൾ 4Fനെ വിളിക്കുന്ന പേരാണ് ഈ എഫ്, ഫ്രിക്ഷൻ ഫാക്ടർ. തെറ്റിപ്പോകരുത്. ഇതാണ് ഫ്രിക്ഷൻ ഫാക്ടർ തരുവാണെങ്കിൽ ഇക്വേഷൻ FL_V²/2GD ആയിരിക്കും. പിന്നെ എന്തുമായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ തരുവാണെങ്കിൽ എന്തായിരിക്കും ഇക്വേഷന്? 4FL_V²/2GD എന്നായിരിക്കും ഇക്വേഷന്. തെറ്റിപ്പോകരുത്. എല്ലാവരും ഒന്ന് ഡെറിവേഷൻസ് ഒന്ന് നോക്കുക. ഇതാണ് ഡാർസീസ് വെയ്സ്ബാക്ക് ഇക്വേഷൻ.